ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും ഒന്ന് സന്തോഷമായിട്ടിരുന്നേ. കുറച്ച് പേരുടെയൊക്കെ മുഖത്തൊരു വിഷമമുണ്ടല്ലോ. മമ്മിയും പപ്പയും നിർബന്ധിച്ച് വന്ന് ക്ലാസ്സിനിരിക്കുന്ന പോലെ. എല്ലാവരും സന്തോഷമായിട്ടിരുന്നേ. നമ്മൾ ഈശോയുടെ കാര്യങ്ങളല്ലേ, നമ്മൾ വേദപാഠമാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. നമ്മൾ നമ്മുടെ ദൈവത്തെ അറിയുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടൊന്നിരുന്നേ. ഒന്ന് ചാടി എഴുന്നേറ്റ് എല്ലാവരും. നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾക്ക് പാപമോചനവും ദൈവിക ജീവനും പ്രദാനം ചെയ്യുവാൻ തിരുശരീര രക്തങ്ങൾ നൽകിയ ഈശോയെ, വേണ്ടത്ര യോഗ്യതയോടെ അങ്ങയെ ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം തരണമേ. ആമേൻ. അപ്പം നമ്മൾ ഇന്ന് ഏത് പാഠമാണ് പഠിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാമോ? നമ്മൾ പാഠം 8, ഈശോയെ സ്വീകരിക്കാൻ. ഈശോയെ സ്വീകരിക്കുക. എന്താണ് ഈശോയെ സ്വീകരിക്കുക? നിങ്ങളൊക്കെ കുഞ്ഞുനാളിൽ മുതൽ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങളുടെ പപ്പായും മമ്മിയൊക്കെ കുർബാന സ്വീകരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ബഹളം വെച്ചിട്ടില്ലേ, ഞങ്ങൾക്കും കുർബാന സ്വീകരിക്കണമെന്ന് പറഞ്ഞ്? അപ്പോൾ ടീച്ചറും കുഞ്ഞിലെ ബഹളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പപ്പായും മമ്മിയൊക്കെ നിങ്ങളോട് പറയും, ഇപ്പം നിങ്ങൾക്ക് പ്രായമായില്ല, കുറച്ച് വലിയതാകുമ്പം നിങ്ങൾക്കും ഈശോയെ സ്വീകരിക്കാമെന്ന്. അപ്പോൾ അന്നത്തെ ആ കുഞ്ഞുമാവ ഇപ്പം വലിയതായല്ലേ, ഇപ്പം 4ാം ക്ലാസ്സിലെത്തി. 4ാം ക്ലാസ്സിലെ ഓരോ പാഠവും നിങ്ങളെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ബൈബിളിലെ ഒരു ചെറിയ സംഭാഷണത്തോടു കൂടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈശോ മരിച്ചു, പീഡാനുഭവങ്ങളും ഉത്ഥാനവും മരണവും എല്ലാം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈശോയുടെ മരണവും പീഡാനുഭവവും ഉത്ഥാനവും എല്ലാം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാം പേടിച്ച് പല വഴിക്ക് പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈശോയുടെ 2 ശിഷ്യന്മാർ അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഏത് ഗ്രാമത്തിലേക്കാണ് പോകുന്നത്? എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവർ ആകെ പേടിച്ച് വിറച്ചിരിക്കുക. കാരണം എന്താ? അവർ ഈശോയുടെ മരണത്തിനും പീഡാനുഭവത്തിനൊക്കെ സാക്ഷികളായിരുന്നല്ലേ. അപ്പോൾ അവരങ്ങനെ പേടിച്ച് വിറച്ച് അവർ ആ കാര്യമൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അവരങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് അവരുടെ കൂടെ വേറൊരാളും കൂടെ ജോയിൻ ചെയ്തു. അത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് നമ്മുടെ ഈശോയാണ്. പക്ഷെ അത് അവർക്ക് മനസ്സിലായില്ല കേട്ടോ. അവരുടെ കൂടെയുള്ളത് ഈശോയാണെന്ന കാര്യം അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈശോ ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിവിടെ നടന്ന സംഭവമൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ജെറുസലേമിലെ ഈശോയുടെ മരണവും പീഡാനുഭവവും ഉത്ഥാനവും ഒന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ ഈശോ ചോദിച്ചു, എന്താ കാര്യം പറയൂ? അപ്പോൾ അവർ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈശോ പറഞ്ഞു, ഈശോ അവരോട് നേരത്തെയും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഇതിനെപ്പറ്റിയൊക്കെ. കാരണം ഇതൊക്കെ നേരത്തെ തന്നെ വിശുദ്ധ ലിഖിതത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവർ ഈ സമയം വന്നപ്പോൾ ഇതെല്ലാം മറന്നുപോയി. അപ്പോൾ ഈശോ എല്ലാം അവർക്ക് വിശദീകരിച്ച് വിശുദ്ധ ലിഖിതം പ്രകാരം അവർക്കെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോഴാണ് അവർക്കിതെല്ലാം പിടികിട്ടിയത്. ഇതെല്ലാം വിശുദ്ധ ലിഖിതത്തിൽ എഴുതിയിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ അവർ നടന്ന് അവർ എമ്മാവൂസിലെത്തി. എമ്മാവൂസിലെത്തിയപ്പോൾ അവർ ഈശോയോട് അവരുടെ കൂടെ വരുവാനായിട്ട് അവർ പറഞ്ഞു. അങ്ങനെ ഈശോയും അവരുടെ കൂടെ അവരുടെ താമസ സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരോടുകൂടെ ഈശോ ഭക്ഷണത്തിനിരുന്നപ്പോൾ ഈശോ അപ്പമെടുത്ത് കൈകളിൽ ഉയർത്തിപ്പിടിച്ച് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു. അങ്ങനെ അപ്പം കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് ഈശോയാണെന്ന്. അതിനുശേഷം അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളെ നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പം നമ്മുടെ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അപ്പം ബൈബിളിൽ പറയുന്നത് ഈ സംഭവത്തിന് ശേഷം ഈശോയെ പിന്നെ അവർ കണ്ടില്ല, ഈശോ മറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അപ്പം ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോഴാണ് അവർക്ക് ബോധ്യം കിട്ടിയത്. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പം നമ്മുടെ അകക്കണ്ണുകളും തുറക്കപ്പെടണം, നമ്മുടെ പാപങ്ങൾ മായ്ക്കണം, നമ്മുടെ മനസ്സിന് പുതിയ ബുദ്ധി കിട്ടണം. അതാണ് ഇതിലൂടെ പറയുന്നത്. ടീച്ചർ, ഇനി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈശോ എന്നാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? ഒന്ന് പറയാമോ? പെസഹ തിരുനാളിലാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അല്ലേ. ഇനി വിശുദ്ധ കുർബാനയിലൂടെ ഈശോ
തൻ്റെ ശരീരവും രക്തവും നമ്മുടെ ആത്മാവിന് ഭക്ഷണമായി നൽകുന്നു. അപ്പോൾ ഈശോയുടെ ശരീരവും രക്തവും എന്തിനാണ് നമുക്ക് തരുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ഈശോയുടെ ശരീരവും രക്തവും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? എന്താ കഴിച്ചേ? നിങ്ങൾ കുറച്ച് പേര് ദോശ കഴിച്ചു, കുറച്ച് പേര് ചോറ് കഴിച്ചു, ചപ്പാത്തി കഴിച്ചു, ഇഡ്ഡലി കഴിച്ചു. ഈ ഭക്ഷണമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അല്ലേ? നിങ്ങൾ നല്ല വലിയതാകാൻ, നല്ല ശക്തി കിട്ടാൻ, പൊക്കം വെക്കാനൊക്കെ ഉള്ള ഭക്ഷണമാണ്. പക്ഷേ ഈശോയുടെ ഭക്ഷണം അതിനാണോ? അല്ല. നമ്മുടെ ആത്മാവിന് വേണ്ട ഭക്ഷണമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ശരീരം വെറുതെ പൊക്കവും മണ്ണും ഒക്കെ വെച്ചാൽ മാത്രം മതിയോ? പോരാ. നമ്മുടെ ആത്മാവിനും വേണ്ട ഭക്ഷണം കിട്ടണം. ഇനി ഈ ഭക്ഷണം നമുക്ക് പാപമോചനവും ദൈവിക ജീവനും പ്രദാനം ചെയ്യുന്നു. നമ്മൾ ചെയ്ത പാപങ്ങൾക്കൊക്കെ നമുക്ക് മോചനം കിട്ടുന്നല്ലേ? നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് മോചനം കിട്ടുന്നു. അതുപോലെ നമുക്ക് ദൈവത്തിലുള്ള ജീവൻ, ദൈവിക ജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഇനി ഈ ഭക്ഷണം സ്വീകരിക്കുവാൻ നാം യോഗ്യത നേടണം. ചുമ്മാ കഴിക്കാൻ പറ്റുമോ ഈ ഭക്ഷണം? ഇല്ല. നമ്മൾക്ക് അതിന് വേണ്ട യോഗ്യത നേടണം. അപ്പം നമുക്ക് എന്താണ് യോഗ്യത എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ? ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ട യോഗ്യതകൾ. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ടീച്ചർ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണ്, നിങ്ങളുടെ ആൻറ്റിയോ അങ്കിളോ നിങ്ങളുടെ വീട്ടിൽ വരിക എന്ന് വെച്ചോ. നിങ്ങൾ എന്താ ചെയ്യുന്നേ? നിങ്ങൾ വീടെല്ലാം നല്ല വൃത്തിയായി നല്ല മനോഹരമായി ഒരുക്കും അവർക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പം നിങ്ങൾ കൂട്ടുകാരോടൊക്കെ പറയും, ഇന്ന് ഞാൻ കളിക്കാനൊന്നും വരുന്നില്ല കേട്ടോ, അങ്കിളും ആൻറ്റി എൻ്റെ വീട്ടിൽ വരികയാണ്, അപ്പോൾ വീടൊക്കെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. അതുപോലെ നിങ്ങളുടെ പപ്പായും മമ്മിയും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കും അല്ലേ? അപ്പോൾ നമ്മളൊരു ഗസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത്രയധികമായി നമ്മൾ ഒരുങ്ങുന്നു. അപ്പോൾ ഈശോ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുങ്ങണ്ടേ? നമ്മൾ തീർച്ചയായിട്ടും ഒരുങ്ങണം. ഈശോയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ നിർമ്മലമാക്കണം. ഇനി ഈശോയെ സ്വീകരിക്കാനുള്ള യോഗ്യതകൾ അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ്. വിശുദ്ധി. പിന്നെ രണ്ടാമതായിട്ട് കൃപാവരവസ്ഥയിലാണോ നാം എന്ന് ആത്മശോധന ചെയ്യണം. എന്താണ് ഈ ആത്മശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്വയം നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കണം. ഇപ്പം നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ നമുക്കല്ലേ അറിയാൻ പാടുള്ളൂ. നിങ്ങൾ ചുമ്മാ ഒരു ചെറിയൊരു പെൻസിൽ മോഷ്ടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ അത് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആർക്കും അറിയാവുന്നേ? നിങ്ങൾക്കറിയാം അല്ലേ? പപ്പായ്ക്കും മമ്മിക്കൊന്നും അത് അറിയത്തില്ല. അപ്പം നമ്മൾ ചെയ്ത പാപങ്ങൾ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമുക്കറിയാലോ. പലർക്കും അറിയാമെങ്കിലും അറിയില്ലെന്ന് നടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം നമ്മൾ ഓർത്ത് നോക്കണം. നമ്മൾ കൃപാവരവസ്ഥയിലാണോ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു അവസ്ഥയിലാണോ, പാപമില്ലാത്തൊരവസ്ഥയിലാണോ എന്ന് നാം സ്വയം പരിശോധിക്കണം. ഇനി മാരകമായ പാപങ്ങളോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാമോ, 2 തരം പാപങ്ങളുണ്ട്. ഏതൊക്കെയാത്? ലഘുപാപവും മാരകപാപവും. ഇപ്പോൾ ലഘുപാപമാണ് നമ്മൾ ചെയ്തെങ്കിൽ നമുക്ക് അനുരഞ്ജന കൂദാശയുടെ സമയത്തൊക്കെ നമുക്ക് അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് മോചനം കിട്ടും. പക്ഷേ മാരകമായ പാപമാണ് നമ്മൾ ചെയ്തെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും വൈദികൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കുമ്പസാരിക്കണം. അപ്പോൾ കുമ്പസാരത്ത് കഴിയുമ്പം വൈദികൻ അതിനുള്ള പ്രായശ്ചിത്തം നമുക്ക് തരും. ആ പ്രായശ്ചിത്തമൊക്കെ നിറവേറ്റി കഴിയുമ്പോഴാണ് നമ്മുടെ മാരക പാപങ്ങൾ മായ്ക്കപ്പെടുന്നത്. അപ്പോൾ ആ മാരക പാപങ്ങൾ അങ്ങനെ കുമ്പസാരത്തിലൂടെ മായ്ച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കുർബാന സ്വീകരിക്കാവുള്ളൂ. ഇനി അനുരഞ്ജന കൂദാശയിലൂടെ പാപമോചനം നേടി ഹൃദയവിശുദ്ധിയോട് വേണം ഈശോയെ സ്വീകരിക്കാൻ. ഈശോയെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കണ്ടേ? അനുരഞ്ജന കൂദാശ. എന്താ ഈ അനുരഞ്ജന കൂദാശ? കുമ്പസാരം അല്ലേ? വൈദികൻ്റെ അടുത്ത് പോയി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന പ്രക്രിയ, അതിനാണ് നമ്മൾ കുമ്പസാരം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണല്ലേ? അങ്ങനെ കുമ്പസാരത്തിലൂടെ പാപമോചനം നേടി ഹൃദയവിശുദ്ധിയോടെ വേണം ഈശോയെ സ്വീകരിക്കാൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധി വേണം, കൃപാവരവസ്ഥയിലാണോ നാം എന്ന് ആത്മശോധന ചെയ്യണം, പിന്നെ മാരകമായ പാപങ്ങളോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല, പിന്നെ അനുരഞ്ജന കൂദാശയിലൂടെ പാപമോചനം നേടി ഹൃദയവിശുദ്ധിയോട് വേണം ഈശോയെ സ്വീകരിക്കാൻ. ഇനി നമ്മുടെ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് 1 കൊരിന്തോസ് 11-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും
പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. അപ്പോൾ ഈ വാക്ക് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്നും കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് സ്വയം ആത്മശോധന ചെയ്യണം. നാം പാപാവസ്ഥയിലാണോ കൃപാവരവസ്ഥയിലാണോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കുർബാന സ്വീകരിക്കാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പാഠത്തിൽ ടീച്ചർ പഠിപ്പിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചത്? ആദ്യം നമ്മളൊരു കഥ കേട്ടല്ലേ? ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക്, ജെറുസലേമിൽ നിന്ന് അവർ എമ്മാവൂസിലേക്ക് പോകുന്ന ഒരു കഥയാണ് കേട്ടത്. അപ്പോൾ അവരറിഞ്ഞില്ല ഈശോ അവരുടെ കൂടെ വന്നു. അവർക്ക് എല്ലാം ഈശോയുടെ മരണത്തെയും പുനരുദ്ധാനത്തെയും എല്ലാം കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിനുശേഷം അവർക്ക് അപ്പം ആശീർവദിച്ച് മുറിച്ചു കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് ഈശോയാണെന്നുള്ള കാര്യം. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഈശോ എന്നാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്ന് പഠിച്ചു. പെസഹ തിരുനാളിലാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. പിന്നെ വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധി വേണം, കൃപാവരവസ്ഥയിലാണോ നാം എന്ന് ആത്മശോധന ചെയ്യണം. പിന്നെ മാരകമായ പാപങ്ങളോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. അനുരഞ്ജന കൂദാശയിലൂടെ പാപമോചനം നേടി ഹൃദയവിശുദ്ധിയോടെ വേണം ഈശോയെ സ്വീകരിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. പേജ് നമ്പർ 53. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിഞ്ഞതെപ്പോൾ? ഒന്നാമത്തെ ചോദ്യമാണ്. അപ്പോൾ അതിനുത്തരം പേജ് നമ്പർ 49 ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെയുണ്ട്. ഭക്ഷണത്തിനിരുന്നപ്പോൾ ഈശോ എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മാരക പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അതും പേജ് നമ്പർ 49 തന്നെയാണ് കേട്ടോ. പേജ് നമ്പർ 49 മൂന്നാമത്തെ പാരഗ്രാഫിലാണ്. മാരകമായ പാപങ്ങളോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പാടില്ല. അനുരഞ്ജന കൂദാശയിലൂടെ പാപമോചനം നേടി ഹൃദയവിശുദ്ധിയോടെ വേണം ഈശോയെ സ്വീകരിക്കാൻ. അപ്പം ഈ 2 ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ, അവിടുത്തെ സ്വീകരിച്ച് ദൈവാനുഗ്രഹത്തിൽ ജീവിച്ച് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് അപേക്ഷിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. രക്ഷയുടെ